ഇന്ന് ചെറുപ്പക്കാരികളായ സഹോദരിമാര് സുലഭമായി ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ചോദിക്കും, മൗലിയാരെ ടൂ വീലർ ഓടിക്കൽ ഹറാമാണോ എന്ന്. അതൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഒരു സ്ത്രീയുടെ ശാലീനത മതം പറഞ്ഞ ചിട്ടയോടെ പാലിക്കുന്ന ഒരവസ്ഥയുള്ള ഉമ്മയ്ക്ക്, പെങ്ങൾക്ക് അങ്ങനെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ ഓപ്പൺ വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ഘടനയും ഭാവവും മതം നിർദ്ദേശിച്ച പോലെ മറക്കാനാകുമോ? പെങ്ങളെ, എനിക്കത് താല്പര്യമുണ്ട്, എന്റെ കൂട്ടുകാരത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നീ അതിലേക്ക് ഇറങ്ങാതെ, എനിക്കതില്ലെങ്കിലും ഒരു ഒതുക്കത്തോടെ ജീവിച്ചാൽ എനിക്ക് പരിഗണനയുണ്ടെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ ഒന്നുകൂടി ഹിജാബുള്ളവളായി മാറുമ്പോഴാണ് എന്ന് വിചാരിച്ചിട്ട് റബ്ബിനെ പേടിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഹിജാബ് പൂർണ്ണമാക്കാൻ കഴിയുമോ മോളെ? അതാണ് നല്ലത്. നിന്റെ ബോഡി ഷേപ്പ് പർദ, പേരുകൊണ്ട് പർദയാണെങ്കിലും നിന്റെ ശരീരത്തിന്റെ ഭാഷ മറ്റുള്ളവർ അറിയുമെങ്കിൽ അത് ഹബീബിന് ഇഷ്ടമാണോ എന്ന് ആലോചിക്കണം. നിങ്ങൾ എന്ത് ധരിച്ചാലും നമുക്കൊന്നുമില്ല, ഒരു നഷ്ടവും ഈ പ്രഭാഷകന് വരാനില്ല, ഒരു പ്രഭാഷകർക്കും വരാനില്ല. നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട്, വീടല്ലേ ആ കുഴി കാണുന്ന ഒരാൾ നടക്കുന്ന യാത്രികനോട് പറയേണ്ടത് ഒരു ധർമ്മമാണ്. ആ ധർമ്മം നിർവഹിക്കുകയാണ്. അങ്ങോട്ട് പോവല്ലേ, അവിടെ ഒരു വഴിയിൽ ഒരു കുഴിയുണ്ട്, വീഴല്ലേന്ന്. നിങ്ങൾ പോയിക്കോളി, കുഴിയിൽ വീണോളി, വീഴാൻ തീരുമാനിച്ചോളി, അതിൽ ഇടപെടാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ കുഴി കണ്ട് നമ്മൾ എങ്ങനെ പറയാതിരിക്കും? അതുകൊണ്ട് എന്റെ പ്രിയ പെങ്ങളെ, മുൻഗാമികളായ സ്വാലിഹാത്തുകൾ ജീവിച്ചതുപോലെ നമ്മൾ ഹിജാബ് പൂർണ്ണമായി പാലിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്.